ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ക്ലോവർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 49ാമത്തെ എപ്പിസോഡാണ്. ഇതോടുകൂടി സീസൺ 2 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് ആനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടന്നിരുന്ന ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ലിച്ച് എഴുന്നേക്കുന്നതാണ്. അവന്റെ കയ്യിലെ വളരെ ശക്തമായ മാജിക് പവർ കാരണം ആസ്തയ്ക്ക് യൂനോക്ക് അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അവർ രണ്ടുപേരും മുൻപിൽ നിൽക്കുന്നിടത്തോളം നേരം അറ്റാക്ക് ചെയ്യാൻ ലിച്ചിനെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. കാരണം അവർ രണ്ടുപേരുമായിരുന്നു അവരുടെ എതിരാളികൾ. എന്നാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്തിട്ടും ലിച്ചിന്റെ രോമത്തിൽ പോലും തൊടാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. ഹേയ് കമോൺ, നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ട് മനുഷ്യരാശിയെ മുഴുവനും ഇല്ലാതാക്കേണ്ട സമയമായിരിക്കുന്നു. റോയൽ ക്യാപിറ്റലിനെ ലക്ഷ്യമാക്കി ഐ ഓഫ് ദ മിഡ്നൈറ്റ് സൺ അവരുടെ ഹൈഡൌട്ടും കൊണ്ട് പോകുന്നു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട റോയൽ നൈറ്റ്സ് ക്ലോവർ കിങ്ഡത്തെയും എൽഫായി മാറിയ മാജിക് നൈറ്റ്സിനെയും രക്ഷിക്കാൻ റോയൽ ക്യാപിറ്റലിലോട്ട് പുറപ്പെടുന്നു. എന്നാൽ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഹാസ്തയും യൂനോയും ജനിച്ചു വളർന്ന ഹാജ് വില്ലേജ് അറ്റാക്ക് ചെയ്യുകയാണ് എൽഫായി മാറിയ ഒരു മാജിക് നൈറ്റ്. ഈ കാര്യം മനസ്സിലാക്കി അവർ രണ്ടുപേരും തങ്ങളുടെ വില്ലേജ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ഇതേ സമയം സിസ്റ്റർ ലിലി അറ്റാക്ക് ചെയ്യാൻ വരുന്ന എൽഫിനെ തടയാൻ തന്റെ മുഴുവൻ പവർ ഉപയോഗിക്കാൻ ശ്രമിക്കുവാണ് നാഷ്. പെട്ടെന്നാണ് ആസ്തയും യൂനോയും മാസായിട്ട് അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ട് സിസ്റ്റർ ലില്ലിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നീ അത് നന്നായി ചെയ്തു നാഷ്, ഇനി പുറകോട്ട് നിൽക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അത് വളരെ മനോഹരമായിരുന്നു. നിങ്ങൾ മാജിക് നൈറ്റ്സ് ആണല്ലേ? എന്റെ ഈ ബോഡിയുടെ യഥാർത്ഥ ഉടമ ഒരിക്കലും ഒരു മാജിക് നൈറ്റ് ആയിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ അവൻ അവന്റെ പോയിസൺ പ്ലാന്റ് മാജിക് ഉപയോഗിക്കുന്നു. ഇവിടെ മരിച്ചു കിടക്കുന്ന മനുഷ്യരെ പോലെ പോയിസൺ കൊണ്ട് മരിക്കണോ അതോ ഇതെല്ലാം കണ്ട് പേടിച്ച് മരിക്കണോ? അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇല്ല, ഒരിക്കലും ഇല്ല. ആരാ ഇവിടെ മരിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ അറ്റാക്ക് അവർ രണ്ടുപേരും തടയുന്നു. ഇത് കണ്ട് അവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് ശരിക്കും ഒരു മിറാക്കിളാണ്. ഇവരെ രണ്ടുപേരെയും ഒരേ ദിവസമാണ് ചർച്ചിൽ ഉപേക്ഷിച്ചത്. ഈ ഗ്രാമത്തിലാണ് അവർ വളർന്ന് വലുതായത്. പിന്നീട് ഒരിക്കൽ ഈ രാജ്യത്ത് തുല്യത കൊണ്ടുവരാൻ വിസാർഡ് കിങ് ആവണമെന്നുള്ള ലക്ഷ്യവുമായി അവർ പുറപ്പെട്ടു. എന്നാൽ ഇപ്പോ അവർ ഒരുപാട് വളർന്നിരിക്കുന്നു, ഒരുപാട് സ്ട്രോങ് ആയി മാറിയിരിക്കുന്നു. അവർ ജനിച്ചു വളർന്ന അവരുടെ വില്ലേജിനെ രക്ഷിക്കാൻ അവരിപ്പോ വന്നിരിക്കുന്നു. ആസ്ത എന്നോട് പറഞ്ഞിരുന്നു, നീ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. നിന്റെ സ്വപ്നം നിനക്ക് യാഥാർത്ഥ്യമാക്കാം, എല്ലാവരെയും നിനക്ക് സന്തോഷിപ്പിക്കാം. ശരിയാണ്, കുറച്ച് നാളുകളായിട്ട് നമ്മൾ അവരെ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കറിയാം, ഒരു വിസാർഡ് കിങ് ആവണമെന്നുള്ള തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. തങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷമുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അവരയക്കുന്ന കത്തിൽ അവർ ഉൾപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ആസ്തയും യൂനോയും അയക്കുന്ന ലെറ്ററുകൾക്ക് വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങി. ബ്ലാക്ക് ബുള്ളിൽ ചേർന്ന് തന്റെ ഫസ്റ്റ് മിഷനായിട്ടുള്ള ബോർഹണ്ടിനെ പറ്റിയും സാസി വില്ലേജിൽ നടന്ന ഫൈറ്റിനെ പറ്റിയും അവൻ വളരെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തെ അറ്റാക്ക് ചെയ്യുന്ന അവനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ തടഞ്ഞു. പക്ഷേ സ്വന്തം ജീവൻ ഇല്ലാതാക്കുന്നതിൽ നിന്നും അവനെ തടയാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. തീർച്ചയായിട്ടും ഒരു വിസാർഡ് കിങ് ആവാനുള്ള നീണ്ട പാതയായിരിക്കും ഇത്. ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കില്ല. അവൻ മറ്റുള്ളവരെക്കാൾ നന്നായി ചെയ്യുന്ന ഒരു കാര്യം അതാണ് നെവർ ഗിവിംഗ് അപ്പ്. അങ്ങനെ യൂന എഴുതിയ കത്തുകൾ വായിക്കാനായി ഫാദർ അങ്ങോട്ട് വരുന്നു. കഴിഞ്ഞ ദിവസം റോയൽ നൈറ്റ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് ഞാൻ പോയി. അവിടെ വെച്ച് വിസാർഡ് കിങ്ങിനെ ഞാൻ കണ്ടു എന്ന് മാത്രമായിരുന്നു യൂനോയുടെ കത്തിൽ ഉണ്ടായിരുന്നത്. യൂന എപ്പോഴും വളരെ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ് മാത്രമായിരുന്നു ലെറ്റർ ആയിട്ട് അയച്ചിരുന്നത്. പക്ഷേ ആസ്ത അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ ദൗത്യത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യാൻ ഞാനും യൂനോയും മാജിക് നൈറ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോയി. അവിടെ ഞങ്ങളുടെ മുമ്പിൽ കമ്പിളി പതപ്പൊക്കെ പൊതിച്ചു നിൽക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. പിന്നീടാണ് അത് നമ്മുടെ വിസാർഡ് കിങ് ആയിട്ടുള്ള സാർ ജൂലിയസ് നോവക്രോൺ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ അവർ രണ്ടുപേരും എങ്ങനെ വിസാർഡ് കിങ് ആവാൻ സാധിക്കുമെന്ന് ജൂലിയസിനോട് ചോദിക്കുന്നു. അഭിമാനം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആരെയും സംരക്ഷിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പെർഫോമൻസ് കണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഒരു വിശ്വാസവും വരണം. വിസാർഡ് കിങ് ആവാൻ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. മറ്റുള്ളവർ നിങ്ങളെ നോക്കി ഏറ്റവും ശക്തൻ എന്ന് വിളിക്കണം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് തന്നെ കൊടുക്കണം. നിങ്ങളെ ഏറ്റവും ശക്തനെന്ന് വിളിക്കാൻ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നിങ്ങൾ നേടിയെടുക്കണം. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ വളരെ സിമ്പിൾ ആയിരുന്നെങ്കിലും വളരെ ഭാരമേറിയ ഒന്നായിരുന്നു. പക്ഷെ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും ഒരിക്കൽ ഞാൻ അത് നേടിയെടുക്കും. എല്ലാത്തിലും മികച്ചത് ഞാൻ മാത്രമാണെന്ന് എല്ലാവരും പറയും. ആസ്തയും യൂനോയും വ്യത്യസ്ത തലങ്ങളിലാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. ഫോർസഗർ റിയൽമിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് അത് നൽകിയ പ്രതീക്ഷ ഒരിക്കലും ചെറുതായിരുന്നില്ല. പക്ഷേ പിന്നീട് ഡിയർ ഹാജ് വില്ലേജ്, എന്റെ അടുത്ത മിഷൻ കടലിനടിയിലെ ഒരു ടെമ്പിൾ ആണ്. പിന്നീട് കുറച്ചു കാലത്തേക്ക് ആസ്തയിൽ നിന്നും കത്തുകളൊന്നും വന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് അവൻ അതുവരെ അയച്ചിരുന്ന കത്തുകളൊന്നും ഒരിക്കലും ഗുഡ് ന്യൂസ് ആയിരുന്നില്ല.
ഒരുപാട് കാലമായിട്ടും കത്തുകളൊന്നും വരാതായപ്പോൾ അവന്റെ സേഫ്റ്റിയെ പറ്റി ഞങ്ങൾ ഒരുപാട് പേടിച്ചു. പക്ഷേ ഒരിക്കൽ അവൻ എഴുതിയ ലെറ്റർ ഞങ്ങൾക്ക് കിട്ടി. അത് കണ്ട് ഞങ്ങൾ ഒരുപാടധികം ഷോക്കായി. ഒരുപാട് പേജുകളിലായി അവൻ എഴുതിയ ആ ലെറ്ററുകൾ കണ്ട് ഞങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. അണ്ടർ വാട്ടർ ടെമ്പിളിൽ വെച്ച് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണുമായി ഉണ്ടായ പോരാട്ടത്തിൽ അവന്റെ 2 കൈകൾക്കും എങ്ങനെയാണ് കേഴ്സ് ബാധിച്ചതെന്ന് അവൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഒരുപാട് കാലത്തേക്ക് അവന് കത്തുകളൊന്നും എഴുതാൻ സാധിച്ചില്ല. അവന്റെ കൈ ശരിയാക്കാൻ ബ്ലാക്ക് ബുള്ളിലെ മറ്റ് മെമ്പേഴ്സ് അവനെ ഒരുപാട് സഹായിച്ചു. പിന്നീട് വിച്ചസ് ഫോറസ്റ്റിൽ വെച്ച് അവിടെയുള്ള ക്യൂൻ അവന്റെ കൈകൾ ശരിയാക്കി. നെവർ ഗിവിംഗ് അപ്പ്, അതാണ് എന്റെ മാജിക്. അങ്ങനെ അവിടെ വെച്ച് ലാൻഡ്രോസിനെ അവൻ അടിച്ച് തോൽപ്പിക്കുന്നു. പിന്നീട് വന്ന കത്തുകളിൽ ഉണ്ടായിരുന്നത് സ്റ്റാർ ഫെസ്റ്റിവലിനെ പറ്റിയായിരുന്നു. ആസ്തയും യൂനോയും അവിടെ നടത്തിയ പെർഫോമൻസിനെ കുറിച്ച് വളരെ ആകാംക്ഷയോടെ തന്നെ അവൻ അതിൽ എഴുതിയിരുന്നു. ആ വർഷം ഏറ്റവും കൂടുതൽ സ്റ്റാർ മേടിച്ച യൂനോയെയും ആസ്തയെയും പ്രശംസിക്കുവാണ് വിസാർഡ് കിങ്. അവരെ കണ്ട് അവർ 2 പേരും നോബിലിറ്റി ആയിരിക്കുമെന്ന് ചിന്തിക്കുവാണ് ജനങ്ങൾ. ഇല്ല, അവർ 2 പേരും കോമണേഴ്സ് ആണ് എന്ന് വിളിച്ചു പറയുവാണ് സെക്കെ. ബ്ലാക്ക് ബുൾസിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്റ്റാർ മേടിച്ച സാധാരണക്കാരന് മാജിക് പവർ പോലും ഇല്ല. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ഇവർ ഇതെങ്ങനെ ചെയ്തുവെന്ന് ജനങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ബെൽ, നമ്മൾ ആരാണെന്ന് ഇനി അവർക്ക് കാണിച്ചു കൊടുക്കാം. ഹേ യൂനോ, നീ എന്തേ ഈ ചെയ്യുന്നേ? ആസ്ത, കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാ പരിശീലിച്ചതെന്ന് നീ മറന്നുപോയോ? സോ തങ്ങളുടെ പവർ റോയൽറ്റിനേക്കാളും നോബിലിറ്റിനേക്കാളും പവർഫുൾ ആണെന്ന് അവരവിടെ കാണിച്ചു കൊടുക്കുന്നു. കോമണേഴ്സും വെറും സാധാരണക്കാരല്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. യൂനോ, നോക്ക്, നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന്. അതെ, തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലൊരു വിസാർഡ് കിംഗായി മാറിയിരിക്കും. സോ ഹാജി വില്ലേജിനെ അറ്റാക്ക് ചെയ്യുന്ന ആ എൽഫിനെതിരെ പിടിച്ചു നിൽക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അവന്റെ പോയിസൺ പ്ലാന്റ്സ് ഇവർ എത്രത്തോളം വെട്ടി നശിപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് പോയിസൺ ബാധിച്ചു കിടക്കുന്ന ഫാദറിനെ ആസ്ത കാണുന്നത്. ഇതിനു മുൻപ് തന്റെ ഡീമൺ സ്ലെയർ സ്വോർഡ് വെച്ച് കേഴ്സ് ബാധിച്ച എല്ലാവരെയും ആസ്ത പഴയതുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതും അതുപോലെ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് സാധിക്കും. ഹേയ് യൂനോ, ഇതിനെതിരെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ലേ? ഓഫ് കോഴ്സ്, ഇവനെ ഇല്ലാതാക്കാൻ ഞാൻ ഒറ്റൊരുത്തൻ തന്നെ ധാരാളമാണ്. ശരി, കുറച്ചു സമയത്തേക്ക് നീ അവനെ നോക്ക് എന്ന് പറഞ്ഞ ആസ്ത ഫാദറിന്റെ അടുത്തോട്ട് ചെല്ലുന്നു. തന്റെ ഡീമൺ സ്ലെയർ സോഡ് ഉപയോഗിച്ച് ആസ്ത അത് ശരിയാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. ഓ ഡാം ഇറ്റ്, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോഴും ഈ കേഴ്സ് ഇവരുടെ ശരീരം മുഴുവനായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, എനിക്ക് തോന്നുന്നു ഇതാണ് എന്റെ അവസാനം. ആസ്ത, വളർന്ന് വലുതായി സ്ട്രോങ് ആയി നിൽക്കുന്ന നിങ്ങളെ 2 പേരെയും എനിക്ക് കാണണം. എനിക്ക് അത് മാത്രം മതി. ഇത്രയൊക്കെ ചെയ്തതിന് എനിക്ക് ദൈവം തരുന്ന റിവാർഡ് അതായിരിക്കണം. ഫാദർ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ആദ്യമായി കാണുന്ന ആ ലിറ്റിൽ ആസ്ത ഇപ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്നു. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. നീ സൂക്ഷിക്കണം, എല്ലാവരെയും നീ പ്രൊട്ടക്ട് ചെയ്യണം. ഇത് കണ്ട് ആസ്തയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഫാദറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ സന്തോഷകരമായ നിമിഷവും അവൻ ആലോചിക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല, നിങ്ങൾ ഇവിടെ വെച്ച് മരിക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങളെല്ലാം കാണണം, നിങ്ങളെല്ലാം കാണും. ഇവിടെ വെച്ച് നിങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല. പെട്ടെന്നാണ് തന്റെ ഗ്രിമോർ പ്രകാശിക്കുന്നത് അവൻ കാണുന്നത്. മിഡ്നൈറ്റ് സണ്ണിന്റെ ഹൈഡോട്ടിൽ വെച്ച് ലിച്ചിന്റെ കയ്യിൽ നിന്നും കിട്ടിയ ആ സോഡ് അതിനകത്ത് നിന്നും വരുന്നു. പക്ഷെ എങ്ങനെ അത് തന്റെ ഗ്രിമോറിനകത്ത് വന്നുവെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഇതായിരിക്കും ഞാൻ ഉപയോഗിക്കേണ്ടത്. അതെ, ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്.